നാളത്തെ പ്രമോ ഒരു ഞെട്ടിക്കുന്ന പ്രമോ ആണ്. പൂജയ്ക്ക് എന്തോ വയ്യാണ്ടായിട്ട് സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുകൊണ്ട് സിബിൻ ആകെ തകർന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇതിന് താഴെ നമ്മുടെ മുല്ലപ്പൂ ഫാൻസ് കൊണ്ടുവന്ന് മുല്ലപ്പൂവിനെ പൊക്കിക്കൊണ്ടുവരാൻ ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട്. എന്ത് മനുഷ്യരാടോ നിങ്ങളൊക്കെ? ഇത് ചോദിച്ചാൽ നിങ്ങൾ പറയും കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ഡൗൺ ആയപ്പോൾ ഇതന്നെയല്ലേ അവസ്ഥ എന്ന്. ജാസ്മിൻ കാണിച്ച ഡ്രാമയാണ്. അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ ജാസ്മിന് സ്ട്രോങ് ആയി പറയായിരുന്നില്ലേ, എന്നെ പുറത്ത് വിടണം, എന്ത് കോൺസിക്വൻസസും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, എന്നെ പുറത്ത് വിടണമെന്ന് സ്ട്രോങ് ആയി പറഞ്ഞില്ലല്ലോ, അതിന് മുഖത്ത് കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്ത്. സോ അത് ഡ്രാമയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ മലയാളികൾക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് PR ടീംസ് അവിടെ ഒതുങ്ങിയിരി. അതേപോലെ തന്നെ ജാസ്മിൻ എത്ര ചീത്ത കേട്ടാണ്, എന്നിട്ടും ജാസ്മിൻ സ്ട്രോങ് ആയി നിൽക്കുന്നില്ലേ. അപ്പോൾ ആ കുട്ടർ ഒരു മനോബലം എന്നൊക്കെ പറയുന്നുണ്ട്. എടോ, എനിക്കത് ഉത്തരമായിട്ട് പറയാനുള്ളത്, ജാസ്മിനെ പറയുന്നത് വഴക്കാണ്, ജിൻഡോനെ പറയുന്നതും വഴക്കാണ്. ഇന്നലെ സിബിനോട് കാണിച്ചത് അനീതിയാണ്. രണ്ടും രണ്ടാണ്. ജാസ്മിൻ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റെടുത്ത് പറഞ്ഞ് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് വേറൊരാളെ പൊക്കുന്നില്ല, നിങ്ങൾ ചെയ്താണ് ശരി എന്ന് പറഞ്ഞ് പൊക്കുന്നില്ല. പക്ഷേ ഇന്നലെ സിബിനെ കാണിച്ചത് ജാസ്മിനും സിബിനും ഈക്വലി തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ സിബിന് ഇത്തിരി കൂടുതൽ തെറ്റെന്ന് തന്നെ ഇരിക്കട്ടെ എന്ന വിഷയത്തിൽ ജാസ്മിനെ അങ്ങോട്ട് തഴുകി സിബിനെ അങ്ങോട്ട് അടിച്ചിരുത്തുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, സിബിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും നിർത്തി അവരെ കൊണ്ട് സിബിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയിപ്പിച്ചു. പോരാത്തത് സിബിൻ പറഞ്ഞ ഓരോരോ വാക്ക്, ഫോർ എക്സാമ്പിൾ സാത്താൻ എന്ന് പറഞ്ഞ വാക്കും കൂടെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് സിബിൻ സാത്താൻ എന്ന് പറഞ്ഞു. സിബിൻ ജാസ്മിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം, ഇന്നലെ ബോസനന്റെ പരിപാടി ജാസ്മിനെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവോയ്ഡ് ചെയ്തു പോയ സിറ്റുവേഷൻസ് എടുത്ത് പറഞ്ഞു. ജാസ്മിനെ അവോയ്ഡ് ചെയ്യണു, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ സംസാരിച്ച സമയത്തിൽ അറിയാതെ എന്തെങ്കിലും വായെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കും പിക്ക് ചെയ്ത് കൊണ്ടെന്ന് പറഞ്ഞു. ജാസ്മിനോട് ഇങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. അതായത് സംസാരിക്കാതെ ഇരിക്കാനും പറ്റില്ല, സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ, ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്ന ആളോട് അങ്ങോട്ട് ബഹുമാനത്തോടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ജിൻഡോനോട് സംസാരിച്ച കാര്യങ്ങൾ വരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്ന് എന്തെല്ലാം പറയുന്നു, ആരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, ആ വാക്കൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല. ഞാൻ പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ജാസ്മിനോട് പറയുന്നതും ജിൻഡോനോട് പറയുന്നതും നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് ചേർത്താം. പക്ഷേ ഇന്നലെ സിബിനോട് കാണിച്ചത് അങ്ങനെയല്ല. സിബിൻ ചെയ്ത ഓരോന്നും കഴിഞ്ഞ ആഴ്ച അയാളുടെ കയ്യിൽ നിന്ന് പറ്റിയ ഓരോ കുഞ്ഞു കാര്യങ്ങൾ വരെ പൊക്കിക്കൊണ്ടുവന്ന് അയാളെ മാക്സിമം ടാർണിഷ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നാൽ പിന്നെ ഒരു ലോഹ ഇട്ടിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമല്ലോ സിബിന്. അതിനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണും അടച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ കളിക്കാൻ പറ്റുമൊരു ഗെയിം അല്ലല്ലോ. ജിൻഡോന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കാലുവാരി നിലത്തടിച്ചേനെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ ജാസ്മിൻ എന്തൊക്കെ ഗബ്രിയുടെ അടുത്ത് ആരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്താ പോയിന്റ് ഔട്ട് ചെയ്യാത്ത? ഗബ്രി എന്തൊക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവർക്ക് അടുപ്പുള്ള ആരുടെ എന്തൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊന്നുമല്ല വിഷയം. അയാളെ മാക്സിമം ടാർണിഷ് ചെയ്യാണ് ഇന്നലത്തെ എപ്പിസോഡ് ചെയ്തത്. അത് ഒരാൾക്ക് ഭയങ്കര ഹ്യൂമിലിയേഷൻ ആണ്. സിബിന്റെ കയ്യിൽ നിന്ന് ആ ആക്ഷൻ വന്നപ്പോൾ തന്നെ സിബിനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്നിട്ട് പൊരിക്കുന്നു. പക്ഷെ പൊരിക്കലല്ല അവിടെ നടന്നത്. അങ്ങേരെ മാക്സിമം അവമാനിക്കുകയാണ് ചെയ്തത്. എത്രത്തോളം അങ്ങേരെ താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തുകയാണ് ചെയ്തത്. അത് വേറെ ഇത് വേറെ, രണ്ടും മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാ മുല്ലപ്പൂ ഫാൻസിന് മനസ്സിലാക്കാത്ത പോലെ നടിച്ച് വീണ്ടും കമൻസ് ഇടണം. PR വർക്കല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരെ പണി അവർ ചെയ്യട്ടെ. പക്ഷേ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പോയിന്റും കൂടെ കൂട്ടിച്ചേർത്താൻ ആഗ്രഹിക്കുന്നു. ജാസ്മിൻ ധൈര്യത്തോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം കൂടെ ഉണ്ട്. തൊലിക്കെട്ടി, ജാസ്മിന് കുറച്ച് തൊലിക്കെട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ധൈര്യം മാത്രമല്ല, തൊലിക്കെട്ടി കൂടുതൽ എന്നും കൂടെ പറയാം നമുക്ക്.